അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അവിടുത്തെ മറ്റെല്ലാ സഹാബാക്കൾ, ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കളുടെ ഹക്ക് കൊണ്ട് നമുക്കുള്ള സകല ദോഷങ്ങളും അല്ലാഹു തരട്ടെ. റഹ്മത്തിന്റെ പത്ത് അവസാനത്തെ സമയത്തിരിക്കുമ്പോൾ അല്ലാഹു അവന്റെ റഹ്മത്ത് നൽകുന്ന ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഗസയിലെ പാവപ്പെട്ട പിഞ്ചു മക്കളും അതുപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകളും നോമ്പ് മുറിക്കുന്ന സമയത്തും ജൂതൻ സയനിസ്റ്റുകളെ അവരെ അപരമിച്ച് കൊലപ്പെടുത്തുകയാണ്. അല്ലാഹു അവർക്ക് സമാധാനം നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ശുഹദാക്കളുടെ പ്രതിഫലവും പദവിയും നൽകട്ടെ. അല്ലാഹു അവരുടെ ഖൽബിലുള്ള ഈമാൻ കാരണം അവർക്ക് അല്ലാഹു വിജയം നൽകട്ടെ. അല്ലാഹു ആ സയനിസ്റ്റ് ഭീകര ജൂത പരിശകളെ അല്ലാഹു നശിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിനെ ഉന്നതിയിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ത്യാഗം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ ഇസ്ലാമിക ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിലാൽ തങ്ങളെ കുറിച്ച് അറിയാത്ത ഒരാളില്ല. അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് എന്ന യജമാനന്റെ നൂറുകണക്കിന് അടിമകൾക്കിടയിൽ ഒട്ടകങ്ങളും അതുപോലെ ആട്ടിൻപറ്റങ്ങളും ഇടയിൽ ചപ്പുചവറുകൾ നിറഞ്ഞ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരു കൊച്ചുകൂരയിൽ അടിമയായ ബിലാൽ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം വരാതെ ആകാശം നോക്കിക്കൊണ്ട് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, പാതിരാവിലെ ആകാശം നോക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലാഹുവിനോട് അന്ന് മുസ്ലിമായിട്ടില്ല, പക്ഷേ മനസ്സിന്റെ ആഗ്രഹം മനസ്സുകൊണ്ട് റബാഹും അതുപോലെ തന്നെ ഹമാമയും രണ്ടുപേരും എത്യോപ്യക്കാർ പിന്നീട് മക്കയിലേക്ക് വന്നു. അവർ അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ചു വീണ സമയത്തും അടിമയായി തന്നെയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അടിമയായിരുന്നു. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് രസമൊക്കെ ഉണ്ടാവും. അടിമ എന്നൊക്കെ പറയാൻ ഒന്ന് ആലോചിച്ചു അല്ലേ? ഇപ്പം ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു നോവല് ലോക പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ്. എന്ന് അതിന്റെ പേരിൽ സിനിമകൾ ഇറങ്ങുക. അപ്പൊ അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ പറയോ വല്ലാത്തൊരു കഷ്ടപ്പാടാണ് അനുഭവിച്ചത്. എന്നാൽ ജീവിതകാലം മുഴുവനും ഇതേ അടിമത്തം അനുഭവിച്ചവരാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഒരു നോവൽ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള അടിമകളുടെയും അതുപോലെ തന്നെ യാതനകൾ അനുഭവിച്ച ആളുകളുടെയും അവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3.5 കൊല്ലം ആടുകൾക്കൊപ്പം ആടുകളായിക്കൊണ്ട് ജീവിച്ച ഒരു നജീബ് എന്ന ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി ഗൾഫിലേക്ക് പ്രതീക്ഷയോടുകൂടി പോയ ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ ആടുകൾക്കിടയിൽ ഒറ്റപ്പെട്ടപ്പോ ആടുകളോട് സംസാരിച്ചും ആടുകളോട് കിന്നാരം പറഞ്ഞും സങ്കടങ്ങൾ പറഞ്ഞും അവന്റെ ജീവിതം നീക്കിയ ഒരു കഥ, ഒരു നോവൽ നമ്മൾക്കിടയിലൊക്കെ അല്ലെങ്കിൽ കേരളത്തിലെ ചർച്ചയായി ലോകത്തെ ചർച്ചയായതാണ്. എന്നാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇതുപോലെ അടിമത്തത്തിന്റെ വല്ലാത്ത കഷ്ടതകളെ എന്തെങ്കിലും പറഞ്ഞാൽ അടികിട്ടും തന്റെ യജമാനനായ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന്. പക്ഷേ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാരുണ്യത്തിന്റെ കരുത്തോടുകൂടി ഏത് ജോലിയും ചെയ്യും. സത്യസന്ധനാണ്. ഉമയ്യത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിറിയയിലേക്ക് കച്ചവടത്തിന് മക്കക്കാര് പോകുന്ന സമയത്ത് മക്കക്കാരെ സിറിയയിലേക്കുള്ള ഷാമിന്റെ ഭാഗത്തേക്കുള്ള കച്ചവട സംഘത്തിന് നേതൃത്വമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് എന്ന യജമാനൻ അയക്കാൻ തന്റെ ഒട്ടകക്കൂട്ടങ്ങളും അതുപോലെ തന്നെ കച്ചവട ചരക്കുമായി അയക്കുന്നത് ഉമയ്യത്ത് തന്റെ അടിമയായ ബിലാലിനെയാണ്. ബിലാൽ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഒന്ന് പുറം ലോകം കാണാൻ, ആടുകൾക്കും ഒട്ടകങ്ങൾക്കും ഇടയിലെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയ ബിലാലിന് ഇന്നൊരു വലിയ സന്തോഷമാണ്. നാളെ രാവിലെ തന്നെ പോകുന്നത് സിറിയയിലേക്ക് കച്ചവട സവടത്തിന്. ബാക്കിയുള്ള ഖുറൈശി പ്രമുഖന്മാരാണ് ഓരോ കച്ചവട സവടത്തിന് നയിച്ചുകൊണ്ട് പോകുന്നത്. ആ കൂട്ടത്തിൽ ഉമയ്യത്തിന്റെ കച്ചവട സവടവുമായി ബിലാൽ തങ്ങൾ പോയപ്പോ സിറിയയിലേക്ക് അടുത്തെത്തുന്ന സമയത്ത് ബിലാൽ തങ്ങൾ നല്ല സ്വരമാധുര്യമുള്ള നല്ല മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. നല്ല മനോഹരമായ ശബ്ദത്തിലൂടെ പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള, ഒന്ന് ഗാംഭീര്യമുള്ള ശബ്ദമാണ്,
മാധുര്യമുള്ള ശബ്ദമാണ്. ഗാംഭീര്യം മാത്രമുള്ളവരുണ്ട്, മാധുര്യം മാത്രമുള്ളവരുണ്ട്. ശബ്ദത്തില് നല്ല മാധുര്യം ഉണ്ടാവും, പക്ഷെ ഗാംഭീര്യം ഉണ്ടാവില്ല. ചില ആളുകൾ മാധുര്യം ഉണ്ടാവും, പക്ഷെ അല്ലെ ഗാംഭീര്യം ഉണ്ടാവും, മാധുര്യം ഉണ്ടാവില്ല. നേരെ തിരിച്ചുണ്ട്, നല്ല മാധുര്യം ഉണ്ടാവും, പക്ഷെ ഗാംഭീര്യം ഉണ്ടാവില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദ ഗാംഭീര്യവും മാധുര്യമുള്ള മനോഹരമായ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ കച്ചവട സേവനങ്ങളൊക്കെ യാത്ര വളരെ ദീർഘമായ യാത്രക്കൊടുവിലെ ഒരു ഭാഗത്ത് വിശ്രമിക്കുന്ന സമയത്ത് രാത്രി മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങള് ആ കച്ചവട സംഘങ്ങൾക്കിടയിൽ ഒന്നിച്ചിരുന്നു കൊണ്ടൊരു പാട്ട് പാടുകയാണ്. മനോഹരമായ പാട്ട് കേട്ടപ്പോൾ എല്ലാവരും പാട്ടിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ബിലാൽ എന്ന അടിമയുടെ പാട്ട് കേട്ടപ്പോൾ തന്റെ ചുമലിൽ ഒരു കൈ വന്നിട്ട് പതിയെ പതിച്ചുകൊണ്ട് പറയുകയാണ്, സൗതുക യാ ബിലാൽ വമാ അഹ്ലാ. എത്ര മാധുര്യമാണ് ബിലാലേ നിങ്ങളുടെ ശബ്ദം, എത്ര മനോഹരമാണ് ബിലാലേ നിങ്ങളുടെ ശബ്ദമെന്ന് ആരാണ് തന്റെ തോളിൽ തട്ടിക്കൊണ്ട് വളരെ മനോഹരമായ പാട്ട് കേട്ടപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞത്, അല്ലാഹുവേ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മാ അഹ്ലാ, എത്ര മാധുര്യമാണ്, അൻസാനാ തഅബത്തുരീഖ വഖസറ അലൈനാ അൽമസാഫാത്ത്. ദീർഘമായ യാത്രയിൽ വല്ലാതെ ക്ഷീണിച്ചവരാണ് എല്ലാവരും. പക്ഷേ അങ്ങയുടെ പാട്ട് കേട്ടപ്പോൾ ആ ക്ഷീണമെല്ലാം മാറിപ്പോയല്ലോ. യാത്രയുടെ ആ ദൂരം കൊണ്ട് വല്ലാതെ മുഷിപ്പ് അനുഭവപ്പെട്ടിരുന്നു, അതൊക്കെ നമുക്ക് മാറിയല്ലോ ബിലാലേ. എത്ര മനോഹരമായ ശബ്ദമാണ് ബിലാൽ എന്ന് പറഞ്ഞിട്ട് ചങ്ങാത്തം കൂടാൻ വന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് ബിലാൽ തങ്ങൾക്ക് അത്ഭുതമായി. ഖുറൈശികൾ ആരും തൊടാൻ കൂട്ടാക്കാത്ത അടിമയാണ് ബിലാൽ തങ്ങളെ. ഒരാളും തൊടൂല, കാരണം കറുകറുത്ത ബിലാൽ കറുത്തവനെ മാറ്റി നിർത്തുന്ന ഒരു കാലം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബിലാൽ തങ്ങളെയാണ് ചേർത്ത് പിടിച്ചത്. കറുപ്പെന്ന് പറഞ്ഞാൽ ബിലാൽ തങ്ങളുടെ കറുപ്പ് അല്പം കൂടുതലാണ്, വല്ല ഭയങ്കര കറുപ്പ് കൂടുതലായിരുന്നു ബിലാൽ തങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആരും ഖുറൈശികളാരും മൈൻഡാക്കാത്ത അടിമയായ മൃഗങ്ങളോട് പോലും അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ വില കൽപ്പിക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട അടിമയായ ബിലാൽ തങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട് അഭിനന്ദിച്ചത് ആരെന്നറിയോ? ഖുറൈശികളിലെ ഉന്നതനായ സമ്പന്നനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് രണ്ട് നടക്കുന്നത്, രണ്ടാളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചിട്ടില്ല. ഈ സമയത്താണ് നടക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു 36 വയസ്സ്, ഏകദേശം ആ ഒരു പ്രായം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോയ സമയത്താണ് അബൂബക്കർ തങ്ങൾ കച്ചവടത്തെ സമയത്ത് ഒരു സ്വപ്നം കണ്ടത്. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ സമയത്ത് നമ്മൾ ആ സ്വപ്നം പറഞ്ഞിരുന്നു. ഒരു നിലാവ് ഉദിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ പ്രകാശം അബൂബക്കർ തങ്ങളുടെ മടിയിലേക്കും അതുപോലെ തന്നെ മറ്റെല്ലാവരിലേക്കും മടിയിലേക്കും അവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അബൂബക്കർ തങ്ങളിലേക്ക് പ്രത്യേകം ഈ പ്രകാശം കൂടുതൽ വരുന്നത് കണ്ട ഒരു സ്വപ്നം കണ്ടത് സിറിയയിൽ നിന്നാണ്. മക്കയിൽ ഉദിച്ച ഒരു നിലാവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. ഈ സ്വപ്നം ഈ യാത്രയിലാണ് അബൂബക്കർ തങ്ങൾ കണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന്റെ ഇടയിലേക്ക് ബിലാൽ തങ്ങളുമായിട്ട് പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും തിരിച്ചു മടങ്ങാൻ മക്കയിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുന്ന സമയത്ത് അബൂബക്കർ തങ്ങൾ ഓടുകയാണ്. വളരെ വേഗത്തിൽ ഓടുന്ന അബൂബക്കർ തങ്ങളെ കണ്ട സമയത്ത് അബൂബക്കറിന് തന്റെ ചങ്ങാതിയായ പുതിയ സുഹൃത്തിനെ എത്ര മനോഹരമായ നല്ല സ്വഭാവമുള്ള കറുപ്പും വെളുപ്പും വേർതിരിക്കാത്ത അടിമയും ഉടമയും കണക്കാക്കാത്ത മനസ്സിന്റെ ഉടമയായ അബൂബക്കർ എന്ന പ്രിയപ്പെട്ട ചങ്ങാതിയെ കണ്ടപ്പോ അബൂബക്കർ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ട് ഈ നാട്ടിലൊരു റാഹിബുണ്ട്,
ഒരു പുരോഹിതനുണ്ട്, പൂർവകാല വേദങ്ങൾ അറിയുന്ന ഒരു പണ്ഡിതനുണ്ട്, അവരോട് അതിന്റെ വ്യാഖ്യാനം അന്വേഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ ബിലാൽ തങ്ങൾ കാര്യം പറഞ്ഞപ്പോ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ കൂടെ വരണോ? ബിലാൽ തങ്ങൾ അതും കൂടെ കേട്ട സമയത്ത് സന്തോഷമായി. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി. അബൂബക്കർ തങ്ങളുടെ കൂടെ പോയിട്ട് റാഹിബിന്റെ പണ്ഡിതന്റെ ചാരത്തിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താൻ കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഇപ്പം പറഞ്ഞു, മക്കയിൽ നിന്നാണ്. ഏതാണ് ഗോത്രം? അപ്പൊ ഖുറൈശിയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ അറിയണോ, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളുടെ ഒരു നബി വരാനുണ്ട്. ഇതാണ് ആദ്യമായി പറഞ്ഞത്. ഇതാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. മഹാനായ ബിലാൽ തങ്ങൾക്ക് അത്ഭുതമായി. ഇതുവരെ കേട്ടിട്ടില്ല. ഇതുവരെ കേട്ടതും കണ്ടതും ഒട്ടകങ്ങളും ആടുകളും അതുപോലെ തന്നെ ഉമയ്യത്ത് എന്ന നേതാവിന്റെ ചാട്ടവാറടികളുമല്ലാതെ പരിചയമില്ലാത്ത മഹാനായ ബിലാൽ തങ്ങൾ ചോദിക്കുകയാണ്, വമൻ നബിയോ, എന്താ ഈ നബി എന്ന് പറഞ്ഞാൽ നബിയോ? അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോ മഹാനായ ബിലാൽ തങ്ങളോട് റാഹിബ് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അല്ലാഹുവിന്റെ ദൂതനാ വരുന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹുവിന്റെ ദൂതൻ വരുന്നെന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുന്നു, ഹുബുലാണോ അയക്കുന്നത്? ഹുബുലും ലാത്തയും മുസയും ഒക്കെയാണ് ബിലാൽ തങ്ങൾക്ക് പരിചയമുള്ള ദൈവങ്ങള്, അതുകൊണ്ട് അവരെ അയക്കുന്നതാണോ? അവരെങ്ങനെ പ്രവാചകന്മാരയക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ യുർസിലുഹുല്ലാഹു ഖാലിഖസ് സമാവാത് ഫാത്തിറൽ അർളീൻ, ആകാശഭൂമിയെ പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹുവാണ് അയക്കുന്നത്. യഅ്മുറു ദാലികൻ നബിയ്യു അന്നാസ ബിഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ആ നബി ജനങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അവൻ മാത്രമാണ് ആരാധ്യനെന്ന് ഉറപ്പിക്കാനാണ്, മറ്റൊരാളും ആരാധനക്ക് അർഹരില്ല എന്ന് ഉറപ്പിക്കാൻ, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് ആ പ്രവാചകനെ അല്ലാഹു അയക്കുന്നത്. വബിവസൂലിൽ അർഹാം, കുടുംബബന്ധം താറുമാറായി കിടക്കുന്ന അവസ്ഥയിൽ അതൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി വരുന്ന പ്രവാചകനാണ്. കഅബയുടെ ചാരത്തിൽ അത്രയും മുസയും ഹുബലും അങ്ങനെ എത്രയോ ബിംബങ്ങൾ നിർത്തിയിട്ട് കല്ലുകൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് ദൈവമെന്ന് വിശ്വസിക്കുന്നവരുണ്ടല്ലോ, ആ പ്രതിമകളെ തച്ചുടക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാ ബിംബങ്ങളെയും ഉമയ്യത്ത് എന്ന തന്റെ യജമാനൻ ആർക്ക് മുമ്പിലെങ്കിലും തലകുനിക്കുന്നുണ്ടെങ്കിൽ അത് ഹുബലിന്റെ മുമ്പിലാണ്. ആ ഹുബലിനെ തച്ചതവർക്കോ? ഇതാണ് ചോദ്യം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ നിന്നു. തിരിച്ച് മക്കയിലേക്ക് എത്തി. കച്ചവടത്തിന്റെ വലിയ ലാഭം തന്റെ യജമാനന് കൊടുത്തു. നോക്കണേ, കച്ചവടത്തിന്റെ വലിയ ലാഭം യജമാനന് കൊടുത്തപ്പോഴും ഒരു സന്തോഷവാക്ക്, ഒരു നല്ല വാക്ക് തിരിച്ചു പറഞ്ഞില്ല. സങ്കടത്തോടു കൂടി കരയുന്നുണ്ട്. കാരണം വലിയ ലാഭം ഉണ്ടാക്കി, നേട്ടമുണ്ടാക്കി യജമാനന് കൊടുത്തു. പക്ഷെ അതൊന്നും അതിനൊരു കൂലിയോ പ്രതിഫലമോ അല്ലെങ്കിൽ നല്ലൊരു വാക്കോ തിരിച്ചു കിട്ടൂല. അതാണ് അടിമ. ഒരു നല്ല വാക്ക് വരെ ഇല്ല. എന്നാലോ ഒരു പാട്ട് പാടിയപ്പോ ബിലാൽ തങ്ങൾ എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്. ഉമയ്യത്തിന്റെ ചങ്ങാതിമാര് മക്കയിലെ ഖുറൈശി പ്രമുഖന്മാര് വീട്ടിൽ വരുമ്പോ അവർക്കിടയിൽ ബിലാൽ തങ്ങളെ വിളിക്കും. എന്നിട്ട് നല്ലൊരു പാട്ട് പാടി ഇടയ്ക്ക് ശബ്ദമൊന്നടറിയാൽ ചാട്ടവാറ് കൊണ്ടടിയാ. ഒന്ന് ശബ്ദമടറിപ്പോയി കഴിഞ്ഞാൽ, ഒന്ന് ശബ്ദം ഒന്ന് മാറിപ്പോയാൽ ചാട്ടവാറ് കൊണ്ട് അടിയല്ലാതെ മനോഹരമായ പാട്ടുകൾ പാടിയാലും ബിലാൽ തങ്ങൾക്ക് ഇത്രമാത്രം മധുരമായ പാട്ടിന്റെ ഒരു നല്ല വാക്ക് പോലും കിട്ടാത്ത ബിലാൽ തങ്ങളെ വലിയ ലാഭം തന്നെ യജമാനനുണ്ടാക്കി കൊടുത്തപ്പോഴും ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. ബിലാൽ തങ്ങൾ സങ്കടത്തോടുകൂടി ഒട്ടകക്കൂട്ടിന്റെ സമീപത്ത് തന്റെ ആലയാകുന്ന വളരെ മ്ലേച്ഛമായ ഇലകളും അതുപോലെ തന്നെ
ചില സമയത്തൊക്കെ ബിലാൽ തങ്ങൾ കഴുതക്ക് കൊടുക്കുന്ന ഭക്ഷണമാവും കഴുതക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുക. അത് കഴിച്ചിട്ടാണ് ബിലാൽ തങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ബിലാൽ തങ്ങൾ തന്റെ ആ കിടക്കുന്ന കൂരയിലേക്ക് പോകുമ്പോ മനസ്സാകെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമെന്ന് പറഞ്ഞ പ്രവാചകനെ കുറിച്ചുള്ള ചിന്തയാണ്. മാത്രമല്ല ആരായിരിക്കുമെന്ന ചിന്ത മനസ്സിൽ ഇങ്ങനെ തികട്ടിക്കൊണ്ട് ബിലാൽ തങ്ങൾ പോയി കിടന്നു ഉറക്കു വരാതെ കിടക്കും. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? പാതിരാക്ക് വന്നിട്ട് ഉറങ്ങാതെ വന്നിട്ട് ഓലക്കീറിനിടയിലൂടെ പറയാൻ മാത്രം എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ്? മയ്യത്തിന്റെ കൊട്ടാരം ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് അബൂബക്കർ തങ്ങൾ വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ സമയത്ത് വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വപ്നം കണ്ടപ്പോൾ റാഹിബ് പറഞ്ഞ കഥ അതൊക്കെ ബിലാൽ തങ്ങളും കേട്ടതല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളോട് കൂടെ പോയതല്ലേ? മറ്റാരും അറിയാത്ത സ്വപ്നത്തിന്റെ ആ തഅ്വീൽ അറിഞ്ഞ മഹാനായ ബിലാൽ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഹറ നബിയുൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ നബി വടിവായിട്ടുണ്ട് ബിലാലേ, നബി വന്നിട്ടുണ്ട് ബിലാലേ. നമ്മോട് റാഹിബ് പറഞ്ഞ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞല്ലോ. മക്കയിലെ ഖുറൈശി കുലത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞല്ലോ. ആ പ്രവാചകൻ വന്നിട്ടുണ്ട് ബിലാലേ. മഹാനായ ബിലാൽ തങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ആരാണ് ആ പ്രവാചകനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോ, ആരാണ് മക്കയിലെ പ്രവാചകൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, നിനക്കറിയില്ല ബിലാലേ, അൽ അമീൻ എന്ന് മക്കക്കാർ വിളിക്കുന്ന യതീമായി പിറന്നവനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോ, എങ്ങനെയാ ബിലാലേ, എങ്ങനെയാ അബൂബക്കറെ നിങ്ങൾ അറിഞ്ഞത്? എങ്ങനെ അറിഞ്ഞു നിങ്ങൾ? അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത് നബി, എന്താണ് പറയുന്നത്? മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. അൽ അമീനാണെന്ന് അറിയാമല്ലോ, സത്യസന്ധനാണെന്ന് അറിയാമല്ലോ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, മറ്റൊരു ലക്ഷ്യവുമില്ല, സമ്പത്ത് ലക്ഷ്യമല്ല, സ്ഥാനം ലക്ഷ്യമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും മറ്റൊന്നും ലക്ഷ്യമല്ല, റബ്ബിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ അടിമത്വം അവസാനിപ്പിക്കണം, ഇവിടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. ഏകനായ റബ്ബിലേക്ക് കല്ലിലും മുള്ളിലും ആരാധിക്കുന്നത് മാറ്റി പ്രപഞ്ച പരിപാലകനായ ജഗന്നിയന്താവായ രാജാതിരാജനായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് ബിലാലേ. അതുകൊണ്ട് ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബിലാലേ, ഞാനതുകൊണ്ട് ആ ഹബീബുമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തേ ബിലാൽ, നിങ്ങളും പറയണേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാൽ തങ്ങൾ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖൽബിലേക്ക് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം നൽകുകയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. പിന്നെയോ ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ രഹസ്യമായി ഇസ്ലാമിനെ അങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ്. പിന്നെ ഓരോ ദിവസവും അബൂബക്കർ തങ്ങൾ രാത്രി വരും, കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ബിലാൽ തങ്ങൾക്ക് ഇനിയോ ഹബീബിനെ കാണണ്ടേ, ഇനി മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണലാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ രാവിലെ പോകാമെന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമയ്യത്ത് അറിയാതെ പോകണം, തന്റെ യജമാനൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആരും അറിയാൻ പാടില്ല. ബിലാൽ തങ്ങള് രാത്രി കിടന്നു ഉറക്കം വരാതെ
രാവിലെ പോകേണ്ടതല്ലയോ തന്റെ പ്രിയപ്പെട്ട ഹബീബായ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോകണ്ട ആ ആകാംക്ഷയോടെ ജിജ്ഞാസയോടുകൂടി രാത്രി ഉറക്കില്ലാതെ ബിലാൽ തങ്ങൾ കിടക്കുകയാണ്. കാലത്ത് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒട്ടകങ്ങളുമായി പോകുമ്പോ അബൂബക്കർ തങ്ങളെ വഴിയിൽ കാണും. അവിടെ നിന്നാണ് ഹബീബിന്റെ ചാരത്തേക്ക് പോകേണ്ടത്. ഒട്ടകത്തിനെ മേയ്ക്കാൻ പോകുന്ന സമയത്താണ് അല്പസമയം ഒന്ന് ഹബീബിന്റെ ചാരത്തേക്ക് പോകേണ്ടത്. ഈ ഒരു പ്രതീക്ഷയോടെ നിൽക്കുമ്പോ രാവിലെ തന്നെ ഉമയ്യത്ത് ചോദിക്കുകയാണ്, ബിലാലെ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷാണല്ലോ. എന്ത് ബിലാലെ, ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, നല്ല ആനന്ദത്തിലാണല്ലോ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ ഈമാൻ നിറഞ്ഞ സന്തോഷാണ്. ആ ഈമാനിന്റെ രുചി അനുഭവിച്ചപ്പോ മുഖത്താ പ്രകാശം പുറത്തേക്ക് വന്നു. ആ പ്രകാശം കണ്ടിട്ടാ ഉമയ്യത്ത് ചോദിക്കുന്നത്, എന്തേ നിന്റെ മുഖത്തൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ, നല്ലൊരു സന്തോഷമുണ്ടല്ലോ. എങ്ങനെ സന്തോഷമില്ലാതിരിക്കും? മുത്ത് ഹബീബിനെ കാണാൻ പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ തങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒന്നും പറയാതെ തന്റെ യജമാനോട് ഒന്നും മിണ്ടാതെ ഒട്ടകങ്ങളുമായി നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ഒട്ടകങ്ങളുമായി പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പോയി സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ കണ്ടപ്പോ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, അടിമയും ഉടമയും തിരിച്ചു വ്യത്യാസമില്ലാതെ കറുപ്പനും വെളുപ്പനെന്ന പ്രത്യേക പരിഗണന നൽകാതെ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ റഹ്മത്ത് നൽകിയ ജീവികൾക്കും നിർജീവികൾക്കും കാരുണ്യത്തിന്റെ കേദാരമായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശാലമായ മാറിടത്തിലെ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുകറുത്ത ബിലാലിനെ, തന്റെ ഉമയ്യത്ത് എന്ന യജമാനൻ ഇതുവരെ ബിലാലിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. ഇതുവരെ ഒരു നല്ല വാക്ക് വരെ പറയാത്ത ബിലാൽ തങ്ങളെ ഇതുവരെ ഉമയ്യത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചപ്പോഴും ഉമയ്യത്ത് ഇതുവരെ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ ബിലാൽ തങ്ങൾ ഹബീബിന്റെ ചാരത്തേക്ക് വന്നപ്പോ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിരിഞ്ഞ മാറിടത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചപ്പോ ബിലാൽ തങ്ങൾക്ക് കരൾ പൊട്ടി കണ്ണ് നിറഞ്ഞൊഴുകുകയാ. കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചല്ലോ, ബിലാലെ എന്തിനാ കരയുന്നത്? ബിലാലെ മാ യുബ്കീക യാ ബിലാൽ, എന്തിന് കരയുന്നു ബിലാലെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, കാലങ്ങളോളം ഉമയ്യത്തിന്റെ കൂടെ അടിമപ്പണിയെടുത്തിട്ടും ഉമയ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചിട്ടും ഉമയ്യത്ത് എന്ന എന്റെ യജമാനൻ എന്റെ ദേഹത്തൊന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ, ഉമയ്യത്തൊന്ന് എന്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ വില കൂടിയ സുഗന്ധം കൊണ്ട് ഉമയ്യത്ത് തന്റെ കൈ കഴുകും നബിയേ. അത്രമായി നീചനായാണ് ഉമയ്യത്ത് എന്ന എന്റെ യജമാനൻ എന്നെ കണ്ടത്. ഒന്ന് ഒട്ടകത്തിനെ, അതുപോലെ തന്നെ ഒട്ടക കാഷ്ടങ്ങൾ വാരുന്ന എന്നെ ഉമയ്യത്ത് ഒന്ന് അല്പമൊന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ, എന്റെ ശരീരത്തിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ സുഗന്ധം കൊണ്ട് കൈ കഴുകി വൃത്തിയാക്കുന്ന ഉമയ്യത്തിന്റെ അടിമയാണ് നബിയെ. ആ എന്നെ ഹബീബേ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ യാ റസൂലല്ലാഹ്, ഇസ്ലാമിനെ ഞാൻ പഠിച്ചു നബിയേ, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതാണ് പരിശുദ്ധ ഇസ്ലാം. കറുത്തവനോ വെളുത്തവനോ അത് തിരിച്ചു വ്യത്യാസമില്ല, ഈമാൻ മാത്രമാണ്. ഈമാനിലാണ് ഏറ്റവും കൂടേണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിലേക്ക് ഈമാൻ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഉക്തും ഇസ്ലാമക യാ ബിലാൽ, മറച്ചു വെച്ചോ ബിലാലെ, പുറത്തു പറയണ്ട, ഇസ്ലാം പുറത്തു പറയണ്ട. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വരണത്രേ ആദ്യ കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെ ഉക്തും ഇസ്ലാമക യാ ബിലാൽ, ആരോടും പറയണ്ട. ഒന്നാമത് അടിമയാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മറച്ചു വെക്കാൻ പറഞ്ഞു.
അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആട് മേയ്ക്കാൻ പോകുമ്പോൾ നബി തങ്ങൾ ഏതെങ്കിലും ഗുഹാമുഖത്തോ ഏതെങ്കിലും പർവ്വതത്തിന്റെ ഭാഗത്ത് ആരാധനയിൽ നിൽക്കുമ്പോൾ ഹബീബിന്റെ ചാരത്തേക്ക് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു വരും. അങ്ങനെ ബിലാൽ റളിയല്ലാഹു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓരോ ദിവസവും പഠിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. അത് ആരുമാരും കാണാതെ തൻ്റെ ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിലുള്ള തൻ്റെ ചെറിയ ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹുവിന് മധുര മനോഹരമായ ശബ്ദത്തിൽ അത് പാരായണം ചെയ്യും. ഇതിങ്ങനെ പതിവായി. ഈ സമയത്ത് ഒരു ദിവസം ഉമയ്യത്ത് എന്ന മക്കയിലെ പ്രമുഖനായ ഈ യജമാനൻ അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് അങ്ങാടിയിലെ ആൾക്കാരൊന്നും കുറവ്. പൊതുവെ മക്കയിലെ അടിമകളും അതുപോലെ തന്നെ ശബ്ദങ്ങളും അതുപോലെ തന്നെ കളിയും ചിരിയാണ്. അതിനൊക്കെ ഒരു മാറ്റം വന്നതുപോലെ തോന്നി. അടിമകളെയൊന്നും കാണാൻ കിട്ടുന്നില്ല, അടിമകളെയൊന്നും കാണുന്നില്ല. പെട്ടെന്നാണ് ഉമയ്യത്ത് നോക്കുന്ന സമയത്ത് ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു അടിമ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യബ്ന അംർ എന്ന് വിളിച്ചു ഉമയ്യത്ത്. അപ്പോ തിരിഞ്ഞു നോക്കിയില്ല ഇബ്നു അംർ, തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും വിളിച്ചു ഇബ്നു അംർ. സാധാരണ വിളിച്ചു കഴിഞ്ഞാൽ ഉമയ്യത്തിനെ കണ്ടാൽ ഓടി വരുവാര് ഇബ്നു അംർ. കാരണം അടിമകളൊക്കെ പേടിയാണ്, എല്ലാ യജമാനന്മാരെയും പേടിയാണ്. പക്ഷേ ഇബ്നു അംർ തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് എന്തേ എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു, നിനക്ക് എന്താടോ ഒരു ഗമ, നിനക്കൊരു മാറ്റം വന്നതുപോലെ. അപ്പം പറയുകയാണ്, അതേ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെ എൻ്റെ മാറ്റം. ആ ഒരു ധൈര്യമാണ്, ഈമാനാണ്. ഉമയ്യത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. എന്ത് ഇസ്ലാം? നിങ്ങൾക്ക് ഇസ്ലാം, നിങ്ങൾക്ക് മതവും നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ യജമാനന്മാരാണ്. ഉമയ്യത്ത് പറയാ, നിങ്ങൾക്ക് മതമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ദൈവമെന്ന് പറഞ്ഞാലും ഞങ്ങൾ യജമാനന്മാര് മാത്രമാണ്. നിങ്ങൾക്കെന്ത് ദീനാണ്, നിങ്ങൾക്കെന്ത് റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് ഉമയ്യത്ത് ദേഷ്യത്തോടുകൂടി ഉടനടി ഖുറൈശികളെ വിളിക്കുകയാണ്. നാട്ടിൽ പ്രശ്നങ്ങൾ വന്നു. അടിമകളൊക്കെ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടുകയാണ്. യജമാനന്മാരെ ബഹുമാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അടിമയും ഉടമയും ഒരുപോലെ എന്നാ വാദിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കയിൽ പ്രശ്നങ്ങൾ തീരൂല, അടിമകൾ നമ്മെ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉമയ്യത്ത് യജമാനന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇബ്നു അംറിന്റെ യജമാനനെയും ശകാരിക്കുന്ന സമയത്ത്, എല്ലാവരെയും ഉച്ചത്തിൽ പറയുന്ന സമയത്ത്, അടിമകളൊക്കെ ഇസ്ലാമിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് മറ്റ് യജമാനന്മാരെ ശകാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമയ്യത്തെ നിങ്ങളധികം സംസാരിക്കണ്ട. നിങ്ങളുടെ അടിമയായ ബിലാലുണ്ടല്ലോ, മുഹമ്മദിന്റെ ചാരത്ത് നിന്ന് 4 പ്രാവശ്യം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ നിന്ന് നിങ്ങളുടെ അടിമയായ ബിലാൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അധികം സംസാരിക്കണ്ട, നിങ്ങൾ അടിമനെ ആദ്യം ഒതുക്കാൻ നോക്കുക, അടക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോ ഉമയ്യത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉമയ്യത്ത് പറഞ്ഞു, ബിലാൽ അങ്ങനെ ചെയ്യുകയോ? ബിലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്പെട്ട അടിമയല്ലേ, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള അടിമയല്ലേ. ആ അടിമ ഒരിക്കലും അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. മഹാനായ ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് അത്രയും വിശ്വസ്തനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമയ്യത്ത് പറയാ, ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ അത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ ഉമയ്യത്ത് തന്റെ ചാട്ടവാറുമായി പോകുന്നത് തന്റെ കൊട്ടാരത്തിലേക്ക്, തന്റെ വീട്ടിന്റെ സമീപത്ത് ഒട്ടകങ്ങൾക്കുള്ള ആലയുടെ സമീപത്ത് ബിലാൽ എന്ന ആ അടിമക്ക് ഒരുക്കി വെച്ച വീട്ടിന്റെ കൂടാരത്തിന്റെ സമീപത്തേക്ക് ഉമയ്യത്ത് രോഷാകുലനായി തന്റെ ചാട്ടവാറുമായി പോകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടകങ്ങൾക്കിടയിൽ നിന്നിട്ട് പരിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്യുന്നതാ ഉമയ്യത്ത് കേൾക്കുന്നത്. ഉമയ്യത്ത് ചോദിക്കുകയാണ്, എന്ത് മന്ത്രമാണ് ബിലാലെ ചെല്ലുന്നത്? ഇതുവരെ നിനക്കറിയാത്ത, ഇതുവരെ ആരും പഠിപ്പിക്കാത്ത വാക്കുകളല്ലേ പറയുന്നത് ബിലാലെ? എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ ബിലാൽ തങ്ങൾക്ക് മനസ്സിലായി, കാര്യം കൈവിട്ടുപോയി, കാര്യം അറിഞ്ഞിരിക്കുന്നു. ഇനി പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, പേടിച്ചിട്ട് കാര്യമില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ചാട്ടവാറുമായി ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അടിച്ചടിച്ച് കണ്ണിലേക്ക് ചാട്ടവാറ് കൊണ്ടപ്പോ കണ്ണ് പൊട്ടിയിട്ട് രക്തമൊഴുകുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സഹിക്കവയ്യാതെ വീണ്ടും വീണ്ടും അടികൊള്ളുന്ന സമയത്ത് മഹാനായ ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മൗലാ, എൻ്റെ യജമാനൻ
പ്രവാചകനെ, നിങ്ങൾ ഇതുവരെ ഇന്നലെ വരെ എന്നെ അടിക്കുമ്പോ ഒരടി കിട്ടുമ്പോ എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാകാറുണ്ട്, എനിക്ക് വലിയ പ്രയാസമുണ്ടാകാറുണ്ട്. പക്ഷെ ഇന്ന് 1000 അടിയടിച്ചാലും അതെനിക്ക് പ്രശ്നമല്ല. അത് ഈമാനിന്റെ മാധുര്യമാ. ഖൽബിൽ ഈമാൻ നിറച്ചപ്പോ ഉമയ്യത്തിന്റെ പ്രഹരങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാതായി കാണുകയാ. അങ്ങനെ ഉമയ്യത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടിമകളോട് പറഞ്ഞിട്ട് ചങ്ങലയിൽ ബന്ധിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. തന്റെ കൂട്ടുകാരായ ഖുറൈശി നേതാക്കളോട് പറയുകയാണ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്ന തന്റെ അടിമയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് മക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിൽ നിന്ന് ബിലാലിനെ കൊണ്ട് മാപ്പ് പറയിക്കാതെ ബിലാൽ തിരിച്ചു വന്നു എന്ന് നമ്മുടെ പൂർവികർ ആരാധിച്ചു വരുന്ന ആരാധനകളിലേക്ക് ബിലാൽ തിരിച്ചു വരുന്നത് വരെ അവന് പച്ചവെള്ളം കൊടുക്കാതെ അടിച്ചുകൊണ്ട് അവനെ തിരിച്ചു വരുത്തുമെന്ന് പറഞ്ഞിട്ട് ഉമയ്യത്ത് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ഖുറൈശികളിലെ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. ചങ്ങലയിൽ ബന്ധിച്ചിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാണുന്നവരൊക്കെ ബിലാൽ തങ്ങളെ തല്ലുന്നുണ്ട്, കാണുന്നവരൊക്കെ തല്ലാം, ആർക്കും തല്ലാം. ബിലാൽ തങ്ങളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബിലാൽ തങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് മറ്റുള്ള അടിമകളോട് പറയുകയാണ് വസ്ത്രങ്ങൾ അയക്കാൻ. ബിലാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞുകൊണ്ട് 2 കാലുകൾ ബന്ധിക്കുന്നു, മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് വലിക്കുകയാ. സുബ്ഹാനല്ലാഹ്. 1-ാം ദിവസം അങ്ങനെ വളരെ വളരെ വേദനാജനകമായി മഹാനായ ബിലാൽ തങ്ങളെ കഷ്ടപ്പെടുത്തിയപ്പോഴും ബിലാൽ തങ്ങൾ പറയുകയാ, അഹദുൻ അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. ഖൽബിൽ ഉറച്ച ഈമാനാണ്, മാറ്റി പറയുന്നില്ല. മഹാനായ ബിലാൽ തങ്ങൾ ഉമയ്യത്തിനോട് പറഞ്ഞല്ലോ, എന്റെ ശരീരത്തിന്റെ യജമാനനാ നിങ്ങൾ, എന്റെ ഖൽബിനെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. എന്നെ ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്നാലും വെട്ടി 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 നുറുക്കിയാലും ഒരിക്കലും എന്റെ ഖൽബിന് മാറ്റം വരുത്താൻ, എന്റെ ഖൽബിലെ തൗഹീദിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ ചലനം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. ബിലാൽ തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. എന്റെ ശരീരത്തിന്റെ യജമാനൻ നിങ്ങളാണ്, എന്റെ ശരീരത്തിന് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയും, പക്ഷേ എന്റെ ഖൽബിലെ സ്നേഹം എന്റെ ഹബീബിനോടാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അതിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്, അതിനൊരു അനക്കം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നെ വെട്ടി നുറുക്കിയാലും അതിന് മാറ്റം വരുത്തില്ലെന്ന് ഉറച്ച തീരുമാനവുമായി ബിലാൽ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ അവസാനം ബിലാൽ തങ്ങളോട് വന്നിട്ട് ഉമയ്യത്ത് പറയുന്നുണ്ട്, ബിലാലെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സുഖമായി എന്റെ കൂടെ ജീവിച്ചൂടെ ബിലാലെ? നീ ഒരു വാക്ക് പറഞ്ഞാ മതി. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിച്ചിട്ട് തളർന്നു പോയി ആര്? ഉമയ്യത്ത് ശിക്ഷിച്ചിട്ട് അടിച്ചടിച്ച് ഉമയ്യത്താടെ ഇരുന്നു പോയി. എന്നിട്ട് ബാക്കിയുള്ളവർ നോക്കി ചിരിക്കും. ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഉമയ്യത്തിനെയാണോ പീഡിപ്പിക്കുന്നത്, അല്ല ബിലാലിനെയാണോ പീഡിപ്പിക്കുന്നത്? നോക്കണേ, ബിലാൽ റളിയല്ലാഹുവിന് അവിടെയും അഹദുൻ അഹദ് എന്ന് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് തളർന്നിട്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ അഥവാ ഖുറൈശികൾ പറഞ്ഞിട്ട് ചിരിക്കുക, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നത് ഉമയ്യത്താണ്. എന്നിട്ട് കളിയാക്കി ചിരിക്കുന്ന സമയത്ത് ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയുടെ ഭാഗത്ത് വന്നിട്ട് പറയാണ്, ബിലാലെ നീ എൻ്റെ അടിമയല്ലേ, നീ ഖൽബിൽ നിന്റെ ദീൻ അങ്ങനെ മുറക്ക പിടിച്ചോ, ഒരിക്കലും അതിൽ നിന്ന് മാറണ്ട. നീ മുഹമ്മദിന്റെ മദദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തന്നെ ഉറച്ചു നിന്നോ നിന്റെ ഖൽബിൽ. പക്ഷേ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ചങ്ങാതിമാര് ഖുറൈശി നേതാക്കൾക്കിടയിൽ എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ലാത്ത എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ ഖൽബിലെ വിശ്വാസം മാറ്റണ്ട ബിലാൽ എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, അതിനും എനിക്ക് സാധിക്കില്ല. അല്ലാഹു അഹദ് അല്ലാഹു അഹദ് നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ അതല്ലാതെ എൻ്റെ നാവിൽ വരുന്നില്ല, ഹൃദയത്തിലുള്ളതല്ലാതെ നാവിലേക്ക് വരുന്നില്ല. ഒന്ന് രക്ഷപ്പെടാൻ പറഞ്ഞൂടെ ബിലാലെ? നിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് സമ്മതിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞു, എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, നാവ് കൊണ്ട് പറഞ്ഞാലൊന്നും ദീന്ന് പുറത്താവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ രക്ഷപ്പെടാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും
പ്രശ്നമില്ല എന്ന് മുഹമ്മദ് അളവ് തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉമയ്യത്ത് പറഞ്ഞു. അപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, സാധിക്കില്ല. അഹദുൻ അഹദ്, അഹദുൻ അഹദ്, അല്ലാഹു അഹദ് എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ നഗ്നനായ ശരീരത്തിനെ കാലിൽ കെട്ടിയിട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് മരുഭൂമിയിലൂടെ, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ വലിച്ചിഴച്ചപ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ബിലാൽ തങ്ങൾ കഷ്ടപ്പെട്ട് കിടക്കുമ്പോ മഹാനായ ബിലാൽ തങ്ങൾ സംസാരിക്കാൻ കഴിയാതെ അടുത്ത് നിന്ന് എന്തോ പറയുന്നുണ്ട്. അഹദുൻ അഹദൻ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു, അല്പം വെള്ളം തരുമോ, അല്പം കുടിനീര് തരുമോ എന്ന് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഉമയ്യത്ത് എന്ന തെമ്മാടി തന്റെ കാലുകളൊക്കെ എത്തിവെച്ചിട്ട് ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാ. ബിലാൽ തങ്ങൾ കരഞ്ഞുകൊണ്ട് തുപ്പിക്കളഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം യാതനകൾ അനുഭവിച്ചു ബിലാൽ തങ്ങളുടെ ഈ സംഭവം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നാളെ ഹൗദുൽ കൗസർ ഓരോ മനുഷ്യനെയും ഞാനിങ്ങനെ കയ്യിലേക്ക് കൊടുക്കുമ്പോ പാരത്രിക ലോകത്ത് മഹ്ശറ വൻസഭയിൽ ഹൗദുൽ കൗസർ ഓരോ മനുഷ്യനും കോരിക്കോരി കൊടുക്കുമ്പോ ഒരു മനുഷ്യനെ മാത്രം ഞാനുണ്ടല്ലോ കപ്പ് കൊണ്ട് കോരിയിട്ട് ചുണ്ടത്ത് വെച്ചുകൊണ്ട് കുടിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ മനുഷ്യന്? ആരാണ് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്ന മനുഷ്യനാരാ? ചുണ്ടിലേക്ക് കോരിക്കൊടുത്തുകൊണ്ട് ചുണ്ടിലേക്ക് കപ്പ് വെച്ചുകൊണ്ട് കോരിക്കുടിപ്പിക്കുന്ന ആ ഭാഗ്യവാനാരെന്ന് ചോദിച്ചപ്പോ അത് ബിലാൽ ഇബ്നു റബാഹ് ഉമയ്യത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ തൗഹീദിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു വിശ്വസിച്ചപ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ വായിലേക്ക് ദാഹിച്ച വശനായ ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ അതിന് പകരമായി ഹബീബ് പറഞ്ഞത്, നാളെ പാരത്രിക ലോകത്ത് മുത്തുനബിയുടെ തൃക്കരം കൊണ്ട്, ഹബീബിന്റെ തൃക്കരം കൊണ്ട് മഹാനായ ബിലാൽ തങ്ങൾക്ക് ഹൗദുൽ കൗസർ കുടിപ്പിക്കുമെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ഇഷ്ടപ്പെട്ട ബിലാൽ തങ്ങളെ പറഞ്ഞത് കാരണം, ഹബീബിന്റെ ഇഷ്ടപ്പെട്ട തോഴനായ ബിലാൽ തങ്ങളെ കേട്ടത് കാരണം അല്ലാഹുവേ ബിലാൽ തങ്ങൾക്ക് കോരിക്കുടിപ്പിക്കുന്ന ഹൗദുൽ കൗസർ ഞങ്ങൾക്കും തൗഫീഖ് തരണേ അല്ലാഹ്. ഹബീബിന്റെ കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല്, കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യകനിമത്തുറപ്പിച്ച തേങ്കരള്, കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റിക്കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ, ഒരു ലേശം ചലിച്ചില്ല ഈമാനിൽ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹദെന്ന്. മഹാനായ ബിലാൽ തങ്ങളെ മരുഭൂമിയിലെ ചുട്ടുവഴുത്ത മണലാരിണത്തില് നഗ്നനായി കിടത്തിക്കൊണ്ട് ഒന്നാം ദിവസവും രണ്ടാം ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. പിറ്റേന്ന് വീണ്ടും ബിലാൽ തങ്ങളെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഞാൻ മാറ്റും ഈ തീരുമാനമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അവസാനം അബൂജഹലടങ്ങുന്ന ഉതുബത്തടങ്ങുന്ന എല്ലാവരും ചുറ്റു നിൽക്കുന്ന സമയത്തും ബിലാൽ തങ്ങൾ ഒരേ ഒരു മുദ്രാവാക്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂജഹലിനും ദേഷ്യം വന്നിട്ട് പറയുകയാണ്, 17 അടിമകള് ഒന്നിച്ചു പൊക്കുന്നൊരു കരിങ്കല്ലുണ്ടല്ലോ, കരിമ്പാറ, മഹാനായ ബിലാൽ തങ്ങളുടെ സമീപത്തേക്ക് ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുവരുന്നു. ബിലാൽ തങ്ങൾ നഗ്ന ശരീരം അങ്ങനെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ നട്ടുച്ച നേരത്ത് ആ ചൂടൊക്കെ താങ്ങിക്കൊണ്ട് സഹിച്ചുകൊണ്ട് വീണ്ടും റബ്ബിന്റെ മാർഗത്തിൽ അഹദുൻ അഹദ് എന്ന് പറയുമ്പോ നെഞ്ചിലേക്കാ വലിയ ഖനമുള്ള പാറക്കല്ല് എടുത്തു വെക്കുകയാ. സുബ്ഹാനല്ലാഹ്, ബിലാൽ തങ്ങൾ സഹിക്കാൻ കഴിയാതെ വീണ്ടും പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ബിലാൽ തങ്ങൾ അല്ലാഹുവേ
മരുഭൂമിയിൽ താഴെയും ചൂടതുപോലെ തന്നെ ചുട്ടുപഴുത്ത മണലാരണ്യത്തില് ചൂടുള്ള പാറക്കല്ല് നെഞ്ചിലേക്ക് വെച്ചപ്പോ വേദന സഹിക്കാൻ കഴിയാതെയും ബിലാൽ തങ്ങള് തന്റെ മുദ്രാവാക്യം മാറ്റിയിട്ടില്ല. തന്റെ ഈമാനിന് ഒരു ചാഞ്ചല്യവും വന്നിട്ടില്ല. അപ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവട സമയത്ത് സിറിയയിൽ നിന്ന് പരിചയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ ബിലാൽ തങ്ങളുടെ അവസ്ഥ അറിഞ്ഞപ്പോ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് ബിലാലിനെ വാങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് ബിലാൽ തങ്ങളെ വാങ്ങാൻ വരികയാണ് അടിമയെ. അവസാനം ഉമയ്യത്തും ഇനി എങ്ങനെയെങ്കിലും ഈ അടിമനെ എൻ്റെ ദിമ്മത്ത് നിന്ന് എൻ്റെ തലമൊന്ന് ഒഴിവാക്കണം എന്നായി. കാരണം ഇത് മാറ്റാൻ കഴിയൂല. അതുകൊണ്ടാണ് ഉമയ്യത്ത് എന്താകുന്നത് ഒഴിവാക്കുന്നത്. ഇതിനെ എങ്ങനെ ഉമയ്യത്തിനോട് പോയിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, എന്താ ചെയ്തത്? എൻ്റെ നേതാവിനെ ചണ്ടിയാക്കിയില്ലയോ? എൻ്റെ നേതാവിനെ ഒന്നുമല്ലാത്തവനാക്കിയല്ലോ. പെയ്ഞ്ഞിട്ട വൈക്കോല് പോലെ അത്രമാത്രം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശാരീരികമായി തളർത്തിക്കളഞ്ഞു. പിൽക്കാലത്ത് ആ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറുൻ സയ്യിദുനാ അഅതക സയ്യിദനാ. വല്ലാത്ത വാക്കാണ്. അബൂബക്കറുൻ സയ്യിദുനാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ നേതാവാണ്. അഅതക സയ്യിദനാ, ഒരു വിലയും കൽപ്പിക്കാതെ ഒട്ടകക്കൂട്ടിൽ ഒട്ടകങ്ങളോടുകൂടി ഒട്ടകത്തിന്റെ കാഷ്ടത്തിന്റെ കൂടെ കിടന്നുറങ്ങിയ ബിലാൽ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ശജ്ജല തീരത്തേക്ക് ഇസ്ലാമിലേക്ക് വന്നപ്പോ ഖുറൈശികളുടെ നേതാവായിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ലോകം കണ്ട നീതിമാനായ ഭരണാധികാരിയായിരുന്ന മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അബൂബക്കറിൻ സയ്യിദുനാ വ അഅതക സയ്യിദനാ. അബൂബക്കർ തങ്ങൾ ഞങ്ങളെ നേതാവാണ്. വ അഅതക സയ്യിദനാ, ആ അബൂബക്കർ തങ്ങളെ മോചിപ്പിച്ചതും ഞങ്ങളെ നേതാവിനെയാണ്. ആര്? ബിലാൽ തങ്ങൾ നേതാവായതോടുകൂടി, ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി. അതാണ് സയ്യിദന പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ തീരത്തേക്ക് അണയുമ്പോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല. പ്രതാപം അവിടെ ഇല്ല. ഇവിടെ തഖ്വ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകട്ടെ. അങ്ങനെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവ് വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചൊല്ലുന്നു, ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല്, കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യകലിമത്തുറപ്പിച്ച പൂങ്കരള്. അബൂബക്കർ തങ്ങൾ വന്നിട്ട്, അല്ലേ, എന്തൊരു വാക്കുകളാണ്. അഹമ്മദ് പള്ളിക്കര എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ എഴുതിയ വരികളായത്. അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവ് വെള്ളാമ്പൽ പൂവാണ്. എല്ലായിലും പെട്ടില്ലേ? അടിമുടി കറുകറുത്ത ബിലാൽ, പക്ഷേ ആത്മാവോ വെള്ളാമ്പൽ പൂ പോലെ. കറുപ്പ് പുറത്ത് മാത്രമാണ്, അകത്ത് വെളുപ്പാണ്. ഹബീബിനോടുള്ള ഹുബ്ബാണ്, ഈമാനിന്റെ കാഠിന്യമാണ്. അള്ളാഹുവേ, ബിലാൽ തങ്ങളോട് കൂടി സ്വർഗത്തിൽ കിടക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ അഹമ്മദ് പള്ളിക്കര എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രങ്ങൾ കേട്ടിട്ട് പാട്ട് എഴുതിയ ആളാണ്. ചരിത്ര വായനയോ അല്ലെങ്കിൽ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എഴുതി എത്രയോ പാട്ടുകൾ, അല്ലേ? മഹദിയായ ബീവി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്ന്, ബീവി അതൊക്കെയും തള്ളിക്കളയുന്ന്, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്ന്. ഇങ്ങനെ എത്ര വരികൾ എന്നറിയോ മഹാനായ ബിലാൽ തങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ മഹാനായ കർബലയിലെ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. കത്തുന്ന കർബല ഭൂമി കരഞ്ഞിടുന്നേ, കഥയത് കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ. എത്രയോ വരികൾ
ഈ ഒരു മനുഷ്യൻ എഴുതിയതാണ്. നമ്മളൊക്കെ എത്രയോ കാലങ്ങളോളായി കേട്ടുകൊണ്ടിരിക്കുന്ന വരികൾ. ഒരു അഹമ്മദ് പള്ളിക്കര എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണ, അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. ഇങ്ങനെ കാരണം എത്രയോ ആളുകളുടെ ഉള്ളിലേക്ക് ചരിത്രം, ചിലപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പാടി ബിലാൽ എന്ന പാട്ട് കേട്ടിട്ടായിരിക്കും പലരും മനസ്സിലാക്കിയിട്ടുണ്ടായില്ലേ അല്ലേ? എല്ലാ ചരിത്രം അങ്ങനെ. മഹാനായ ഉമർ തങ്ങളുടെ വഫാത്ത്, ഉദിച്ചുയരും ശംസ് പോലും വിറച്ചിടുന്നേ, ഉദിമദീന നഗരം വിതുമ്പി ഉണർന്നിടുന്നേ, രണ്ടാം ഖലീഫ ഉമർ വധിക്കപ്പെട്ടേ, രംഗം ഇസ്ലാമിൻ നെഞ്ച് നൊമ്പരപ്പെട്ടേ. ഇങ്ങനെ ചരിത്രങ്ങൾ പാട്ടായി എഴുതിയൊരു മനുഷ്യനാണ്. അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുന്ന പാട്ടിലൂടെ എത്രയോ മലയാളികളിലേക്ക് ഈ ചരിത്രം എത്തിച്ചവരാരാ. മഹാനായ ബിലാൽ തങ്ങളുടെ ചാരത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ 10 ദീനാർ സ്വർണം കൊടുത്തിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. പിന്നെ ബിലാൽ തങ്ങൾ സ്വതന്ത്രനായി. ബിലാൽ തങ്ങൾ പറഞ്ഞല്ലോ, ഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാദഅ ശിർകുൽ ഹസിബ അബീ ലഹബി. ഇസ്ലാമാണ് ബിലാൽ തങ്ങളെ ഉന്നതിയിലെത്തിച്ചത്. ബിലാൽ തങ്ങൾക്ക് കാര്യമായി പറയാൻ ഒരു പാരമ്പര്യമുള്ള കുടുംബ പാരമ്പര്യമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞല്ലോ, ബിലാൽ തങ്ങൾക്ക് പേരെടുത്ത ഉപ്പയില്ല, അല്ലെങ്കിൽ തറവാടിത്തമില്ല. പിന്നെയോ ഈ ബിലാലിനെ ഉന്നതനാക്കിയത് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോ മഹാനായ സുഹൈബുർ റൂമി, സൽമാനുൽ ഫാരിസി, ബിലാൽ ഇബ്നു റബാഹ്, ഖബ്ബാബ് ഇബ്നു അറത്ത്, ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഉറക്കെ പറയുകയാണ്, ലോക മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞല്ലോ, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, ലേ വറദൂ അൻ. അള്ളാഹ് അങ്ങനെ പറഞ്ഞു. ഈ സ്ഥാനം പരിശുദ്ധ ഇസ്ലാം നൽകിയതാണ്. അള്ളാഹു നമുക്കും ആ ഒരു പദവി അള്ളാഹു ഇസ്ലാം കൊണ്ട് നമ്മളെ ഇസ്സത്തിലാക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മളെ ഇസ്സത്താക്കട്ടെ. അള്ളാഹു നമ്മളെ ഖൽബിലേക്ക് ഈമാൻ നിറച്ചേരട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് പറയുന്നുണ്ട്, എവിടെ എത്തിയെന്നറിയാ സ്ഥാനം? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ബിലാലേ, നിങ്ങൾ എന്ത് അമലാണ്, ആരും അറിയാത്ത ഒരു അമൽ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഏത് അമലാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും ചെയ്യാത്തൊരു പ്രവൃത്തി ബിലാലേ നിങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റു മുസ്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തൊരു അമല് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ബിലാലേ. ഏത് അമലാ ബിലാലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് അള്ളാഹു എന്നെ കൊണ്ടുപോയപ്പോ സ്വപ്നത്തിലൂടെ അള്ളാഹിന്റെ ഹബീബിന് മേറാജുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വർഗം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നപ്പോ സമിഅതു ദുഫൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ദൂരെ നിന്ന് ഒരു ചെരുപ്പിന്റെ ഒരു കാലടി എനിക്ക് കേട്ടു ബിലാൽ. ഒരു ശബ്ദം ഞാൻ കേട്ടു ബിലാൽ. ഒരു കാലച്ച കേട്ടു ബിലാലേ. ഞാൻ നോക്കുമ്പോ അത് നിങ്ങളായിരുന്നു ബിലാൽ. സബഖ്തനീ ഇലൽ ജന്ന, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ ബിലാലേ. ഏത് അമലുകൊണ്ട് പ്രവൃത്തി എന്തെന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ ബിലാൽ തങ്ങൾ പറയുകയാണ്, കേട്ടോ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ ഒരു കാര്യം ജീവിതത്തിൽ പതിവാക്കിക്കോ. സയ്യിദുനാ ബിലാൽ തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വുളൂ മുറിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വുളൂ പുതുക്കും നബിയേ. വുളൂ ഇല്ലാത്ത സമയമില്ല നബിയേ, എല്ലാ സമയത്തും ഞാൻ വുളൂ ദായിമായി നിലനിർത്തും നബിയേ എന്ന് സയ്യിദുനാ ബിലാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുളൂഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരം, അത് ഞാൻ പതിവാക്കും നബിയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം നൽകിയ, സ്വർഗത്തം കൊണ്ട് വാഗ്ദത്തം നൽകിയ സ്വർഗത്തിൽ ഞാൻ ബിലാലിന്റെ കാലടി ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം ബിലാൽ തങ്ങൾ പറയുന്നത് വുളൂ ദായിമാക്കിയതാ.
അതുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഒന്ന് കൊടുക്കൽ മാത്രമല്ല, ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തല്ലേ ചില ആൾ അങ്ങനെ ഉണ്ടാവും. ഒന്നാമത് മയ്യല പള്ളിയിൽ കുറെ അങ്ങോട്ട് നടക്കണ്ടേ, നിസ്കരിച്ചിട്ട് പോകുന്ന സമയത്ത് മൂത്രയിക്കുക എന്ന് വിചാരിച്ചിട്ട് അല്ലേ, നിസ്കരിച്ചിട്ട് പോകുന്ന സമയത്ത് മൂത്രയിക്കുക, എന്നാൽ പിന്നെ വീണ്ടും പള്ളിയിലേക്ക് കയറണ്ടല്ലോ അല്ലേ എന്നും വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? ശ്രദ്ധിക്കണേ, വുളു ദായിമാക്കാൻ നോക്കണം. അഥവാ മൂത്രയിച്ച് വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേഗം വുളു എടുക്കുക. അതിന് വലിയ ഫضലാണ്. ഹറാമിയത്തിൽ നിന്ന് അല്ലാഹു കാത്ത് സലാമത്താക്കും. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. അല്ലാഹു നമുക്ക് വുളു ദായിമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വുളു ദായിമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വുളുവോടുകൂടി മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ലോകത്ത് മുഅദ്ദിനീങ്ങളുടെ നേതാവായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനാവുകയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് എങ്ങനെ നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാം എന്നൊരു ചർച്ച നടക്കുകയാണ്. സുദീർഘമായ ചരിത്രം വളരെ ചുരുക്കി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല സ്വഹാബാക്കളും പല അഭിപ്രായം പറഞ്ഞു. നബിയെ, നമുക്ക് മണിയടിക്കാം നബിയെ, ക്രിസ്ത്യാനികൾ വിട്ടുന്ന ബെല്ലടിക്കാം. നബി തങ്ങൾ പറഞ്ഞു അത് വേണ്ട. കാഹളത്തിൽ ഊതാ നബിയെ, അതും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബാക്കളൊക്കെ പിരിഞ്ഞുപോയി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നേരത്തെ എഴുന്നേറ്റിട്ട് നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഒരു സ്വപ്നം കണ്ടു നബിയെ, ഒരു ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ഞാനത് വിൽക്കുന്നോന്ന് ചോദിച്ചു. യാ അബ്ദുല്ലാ തബീഅ, അത് വിൽക്കുന്ന എനിക്ക് തരുവോ? അപ്പൊ എന്നോട് ആ മനുഷ്യൻ ചോദിച്ചു, സ്വപ്നത്തിലാണ്, ഇത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനാ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു തന്നു, നബിയെ, ഇതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് വാങ്കിന്റെ അൽഫാദുകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സലാത്തി ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാങ്കിന്റെ പൂർണ്ണമായ രൂപം എനിക്ക് പറഞ്ഞു തന്ന നബിയെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങളോട് പറഞ്ഞു, ഇത് സത്യമായ സ്വപ്നമാണ്, എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇതേ കാര്യം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫഖും മഅ ബിലാൽ, അബ്ദുല്ലാഹ് നിങ്ങൾ പോ, ബിലാലിനത് പഠിപ്പിച്ചു കൊടുക്ക്. ഫഅൽഖിഹാ അലൈഹി, ബിലാലിനത് പഠിപ്പിച്ചു കൊടുക്ക്. ബിലാൽ വാങ്ക് വിളിക്കട്ടെ, ഉറക്കെ പറയട്ടെ. ഫഇന്നഹു അന്താ സൗതം മിൻകാ, ഉയർന്ന ശബ്ദവും മനോഹരമായ ശബ്ദവും ബിലാലിൻ്റെതല്ലേ, അതുകൊണ്ട് ബിലാൽ അത് വാങ്ക് വിളിക്കട്ടെ എന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിലും മദീനയിലും ഉയർന്നു നിന്നത്, ഹബീബിന്റെ മുഅദ്ദിനായി നിന്നത്, ഹബീബിനോട് ചേർന്ന് നിന്നത്, അടിമയായിരുന്ന ഒട്ടകങ്ങൾക്കിടയിൽ കടന്ന, ആടുകളെ മേച്ച് നടന്ന, ഉമയ്യത്തിന്റെ ചാട്ടവാറിന്റെ അടികൊണ്ട ബിലാൽ ഇന്ന് ഉമർ തങ്ങൾക്ക് സയ്യിദാ, അബൂബക്കർ തങ്ങൾക്ക് നേതാവാണ്, ലോകത്തിന്റെ മുത്താണ്, ഹബീബിന്റെ മാണിക്യക്കല്ലായ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിൽ ഒരിടം നൽകിയ മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങളെ ലോകത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക്, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയത് ഈ സയ്യിദുനാ ബിലാൽ തങ്ങൾക്കല്ലേ. അതുകൊണ്ടല്ലേ മദീന പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വരമാധുര്യം കൊണ്ട് മദീനക്കാർ ഉണർന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ, നബി തങ്ങൾ വഫാത്തായപ്പോ ബിലാൽ തങ്ങൾ പിന്നെ പറഞ്ഞല്ലോ, ഹബീബില്ലാത്ത മദീന പള്ളിയിൽ ഇനി ബിലാൽ വാങ്ക് കൊടുക്കൂല, ഹബീബില്ലാത്ത മദീനയിൽ ബിലാലിന് നിൽക്കില്ല. ബിലാൽ തങ്ങൾ നാട് വിട്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് പിന്നെ മദീന കാണാൻ കഴിയില്ല, മദീന പള്ളിയിൽ വാങ്ക് കൊടുക്കാൻ നിർവാഹമില്ല.
നിർവാഹമില്ല, അത് സാധിക്കില്ല. കാരണം ഖൽബിൽ നിറച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് നാട് വിട്ട് സിറിയയിലേക്ക് പോയി താമസിക്കുമ്പോഴല്ലേ ഒരു ദിവസം രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കനവിലേക്ക് വന്നിട്ട്, സ്വപ്നത്തിൽ വന്നിട്ട് ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു, അല്ല ബിലാലേ, നീ എന്തേ ബിലാലേ എന്റെ സമീപത്തേക്ക് വരാത്തത്, മദീനയിൽ വരാത്തത് എന്തേ ബിലാൽ? എന്നെ കാണണ്ടേ ബിലാലേ, എന്തേ സിയാറത്തിന് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ, തന്റെ ഭാര്യ കാര്യമന്വേഷിച്ചപ്പോ ഒരു ചെറുപാണ്ഡവുമായി സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റൗള ലക്ഷ്യമാക്കി നീങ്ങുകയാ, റൗള ഷരീഫിലേക്ക് പോവുകയാ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് ശേഷം, നബി തങ്ങൾ വഫാത്തായി കാലങ്ങൾക്ക് ശേഷം വീണ്ടും മദീനയിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ണമായ തന്റെ ജീവനേക്കാൾ താൻ സ്നേഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു റൗളയിലേക്ക് വീണ്ടും പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് ഉമയ്യത്തിനെ വധിക്കുന്ന രംഗങ്ങളൊക്കെ ബദറിന്റെ ഇൻഷാ അല്ലാഹ് ബദർ പറയുന്ന സമയത്ത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ബദറിന്റെ ഓരോ ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കാനുണ്ട്. രണ്ടാമത്തെ പത്തില് ബദറിന്റെ പല ഭാഗങ്ങളും ചരിത്ര ശകലങ്ങൾ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പാട്ടിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് പറയാം. ഇന്ന് വളരെ സമയം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവസാനം മദീനയിലേക്ക് വന്നൊരു രംഗമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ബിലാൽ തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലെന്ന് തകർന്നു തേങ്ങി, പുണ്യ മദീനയ്ക്ക് വിട ചൊല്ലി നടന്നു നീങ്ങി. ചെറുപാണ്ഡം ചുമടേന്തി മിഴിനീരിൻ പുഴ നീന്തി, മദീനത്തെ മണൽ പോലും അരുതെന്നോതി, വ്യതയാൽ അസ്ഹാബും കരൾ പൊട്ടി കരഞ്ഞു പോയി. റസൂലില്ല മദീനത്ത് വസിക്കാനീ ബിലാലില്ല, അസ്ഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല. റസൂലില്ല മദീനത്ത് വസിക്കാനീ ബിലാലില്ല, അസ്ഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല. എൻ്റെ ഹൃദയത്തിനിതു താങ്ങാൻ കരുത്തുമില്ല. അടിമയാം ബിലാലിന്ന് അടി തെറ്റുന്നിതാ ഇന്ന്, ഇശൽ ബാങ്കിൽ റസൂൽ നാമം വിളിക്കാൻ വയ്യ. എൻ്റെ ഇഷ്കിൻ്റെ മുഖം കാണാതിരിക്കാൻ വയ്യ. ബിലാൽ തങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ, ഒരു ചെറിയ ഭാണ്ഡവുമായി വീണ്ടും മദീന പള്ളിയിലേക്ക് വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പ്രിയപ്പെട്ട നേതാവ് വന്നിട്ട് മഹാനായ ബിലാൽ തങ്ങളോട് കണ്ടപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, ബിലാലേ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാൽ? ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തിയ പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ അള്ളാന്റെ ഹബീബ് ഏൽപ്പെടുത്തിയ ഏർപ്പാടാക്കിയ ബിലാൽ തങ്ങളോട് ഒന്നുകൂടി ആ സ്വരം കേൾക്കാൻ, ആ ശബ്ദം കേൾക്കാൻ, ഹബീബിന്റെ കാലമൊന്നോർക്കാൻ. ഹബീബുള്ള കാലത്ത് ബിലാൽ തങ്ങളുടെ ശബ്ദം കേട്ടിട്ടാണല്ലോ പള്ളിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഒന്നുകൂടി കേൾക്കാൻ കൊതിയോടുകൂടി അബൂബക്കർ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറഞ്ഞല്ലോ, ഇല്ല ഉമറേ, കഴിയില്ല.
അള്ളാന്റെ ഹബീബില്ലാത്ത എന്റെ മുത്തുനബിയില്ലാത്ത മദീന പള്ളിയിൽ വാങ്ക് വിളിക്കാൻ പാവപ്പെട്ട സാധുവായ ബിലാലിന് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോ പിന്നെ പല സ്വഹാബാക്കളും വന്നിട്ട് പറയുന്നത് ഒരേ ഒരു വാക്കാണൊന്ന് വാങ്ക് കൊടുക്കോ ബിലാല്. അവസാനം വരുന്നതാ സയ്യിദുനാ ഹസൻ വ സയ്യിദുനാ ഹുസൈൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളാണ്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവെന്ന് ഹബീബ് പഠിപ്പിച്ച ഹബീബിന്റെ മുഖസാദൃശ്യം അതുപോലെയുള്ള സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മുഖം കണ്ടപ്പോ മുത്തുനബി ഓർമ്മ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത് ഒന്ന് വാങ്ങു കൊടുക്കുമോ സയ്യിദി, ഒന്ന് വാങ്ങു കൊടുക്കുമോ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ, മുത്തുനബിയുടെ ആ കാലം ഒന്നോർക്കാൻ ഒന്ന് വാങ്ങു കൊടുക്കുമോ ബിലാൽ. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഹബീബിന്റെ പേരക്കുട്ടികൾ പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ കഴിയാതെ മഹാനായ ബിലാൽ തങ്ങൾ മദീന പള്ളിയിലെ ഉയർന്ന ഭാഗത്തേക്ക് കയറിയിട്ട് പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന കിടുങ്ങിയല്ലോ, മദീനയുടെ മണൽത്തരികൾ പോലും പുളകം കൊണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ആരെ ശബ്ദമാ കേൾക്കുന്നത്? ഹബീബിന്റെ മുഅദ്ദിനായ ബിലാൽ തങ്ങളെ ശബ്ദം കേട്ടപ്പോ മദീനക്കാര് നാല് ഭാഗത്തു നിന്നും ഓടിക്കൂടുകയാണ് മദീന പള്ളിയിലേക്ക്. അങ്ങാടികളിൽ കച്ചവടം ചെയ്യുന്നവര് കച്ചവട സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അവര് മദീന പള്ളിയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. വീട്ടിലുള്ള പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെ അവിടെ നിന്ന് ഓടുകയാണ് മദീന പള്ളി ലക്ഷ്യമാക്കി അങ്ങാടികളിലേക്ക്. ജനനിബിഡമായി പോയല്ലോ മദീന പള്ളിയും പരിസരവും. അവരൊക്കെ ഒന്നിച്ച് പറയുന്നുണ്ട്, അബുഇസ റസൂലുള്ളാഹിനെ വീണ്ടും നിയോഗിച്ചോ. ഹബീബ് വഫാത്തായത് ഉൾക്കൊള്ളാൻ കഴിയാതെ, ഹബീബ് വഫാത്തായത് ഉൾക്കൊള്ളാൻ കഴിയാതെ വേദനയോടുകൂടി കഴിയുന്ന മദീനക്കാർക്ക് പതിയെ പതിയെ ആ ഹബീബിന്റെ വിടവാങ്ങലിൽ മറന്നു തുടങ്ങിയതായിരുന്നു, അല്ലെങ്കിൽ ആ വേദന മാറി തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോ അവർക്ക് കൽബിലേക്ക് വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് അവര് കരഞ്ഞുകൊണ്ട്, മദീനക്കാർ കരഞ്ഞുകൊണ്ട് മദീന പള്ളിയുടെ ചാരത്തേക്ക് വരുന്നത്, അബുഇസ റസൂലുള്ളാഹ്, അബുഇസ റസൂലുള്ളാഹ്, നബി തങ്ങൾ വീണ്ടും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് വന്നിട്ട് മഹാനായ ബിലാൽ തങ്ങൾ അടുത്ത വാക്ക് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമയുടെ രണ്ട് വാക്കുകൾ പറയുമ്പോ ഒന്നാം ഭാഗം ബാങ്കിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടത് തന്റെ കരളിന്റെ കഷ്ണമായ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ആ ഹബീബില്ലാത്ത മദീനയാണ് എനിക്ക് നിൽക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് തിരിച്ചു പോയത്. ആ ഹബീബാണ് എന്നെ ആദ്യമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഉമയ്യത്തിന്റെ ഒട്ടകക്കൂട്ടങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ നെഞ്ചോട് മാറോട് ചേർത്ത് പിടിച്ച് കറുകറുത്ത ബിലാലിന് വെളുത്ത ചുവപ്പ് കലർന്ന വെളുപ്പുള്ള അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന തന്റെ പ്രിയപ്പെട്ട നേതാവ് ചേർത്ത് നിർത്തിയതാണ്. ആ ഹബീബിന്റെ പേര്, ആ ഹബീബ് വിടവാങ്ങിയപ്പോ മദീന വിട്ടതാണ്. ഇന്നിതാ ആ ഹബീബിന്റെ പേര് ഹബീബില്ലാത്ത മദീന പള്ളിയിൽ വീണ്ടും പറയേണ്ടി വന്നിരിക്കുന്നു. ബിലാൽ തങ്ങൾ ഉറക്കെ പറയുകയാണ്, അഷ്ഹദു അന്ന മുഹമ്മദൻ. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ തങ്ങൾ ബോധരഹിതനായി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, മദീന നിവാസികൾ ഒന്നടങ്കം കരഞ്ഞു പോയല്ലോ. മദീനക്കാർ കരഞ്ഞിട്ട് ചരിത്രം പറയുന്നു, അള്ളാന്റെ ഹബീബ് വഫാത്തായതിനു ശേഷം മദീനയിൽ ഇത്രമാത്രം ജനങ്ങൾ കരഞ്ഞൊരു ദിവസമുണ്ടായിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് കൊടുത്തപ്പോഴാണ് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വരങ്ങൾ, ആ വാക്കുകൾ, ഓരോ വാങ്കിലും നമ്മൾ ഓർക്കണം. ഹബീബിനെ സ്നേഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ലോകത്ത് ഇന്നോളം വരുന്ന മുഴുവൻ വാങ്കിന്റെ കൂലിയിൽ ഒരംശവും ബിലാൽ തങ്ങൾക്ക് എത്തുന്നു. ആദ്യമായി ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിലാൽ തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ
അതിൻ്റെ ഒരംശമെങ്കിലും നമ്മളെ കൽബിലേക്ക് നിറച്ചേരട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, സ്വപ്നത്തിലെങ്കിലും മുത്ത് ഹബീബിനെ കാണാൻ, സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബാക്കൾ, അവരോടൊക്കെ ഞങ്ങളെ കൽബിൽ ഹുബ്ബുണ്ട് റബ്ബേ. അവരെ ചരിത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവേ ഈമാൻ വർദ്ധിക്കുന്ന ചരിത്രങ്ങൾ റബ്ബേ. അവരെ സ്വർഗത്തിൽ അവരോടുകൂടി ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ദുനിയാവിൽ അവരുമായി എത്രയോ അകന്ന കാലത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങൾക്ക് റബ്ബേ, അവരോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ അല്ലാഹുവേ, അതുപോലെ തന്നെ ഓൺലൈനിലായും കണ്ടുകൊണ്ട് ദുആ കൊണ്ട് പലരും വസിയത്ത് ചെയ്യുന്നു. അവരെയൊക്കെ കൽബിൻ്റെ മുറാദുകൾ റബ്ബേ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മത്തിൻ്റെ ബാബ് ഞങ്ങൾക്ക് തുറക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. റമളാൻ അനുകൂലമാക്കണേ അല്ലാഹ്, പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗം ഔദാര്യമായി നൽകണേ അല്ലാഹ്. ഞങ്ങളിലെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, മാറാവ്യാധികളെ തൊട്ട്, എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.